തിരുവല്ലയിൽ നിന്നും 12 കിലോമീറ്റർ മാറി പത്തനംതിട്ട ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയിലാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വന്യമൃഗങ്ങൾ മാത്രം വിഹരിച്ചിരുന്ന ഘോരവനമായിരുന്നു. ഈ വനത്തോട് ചേർന്ന് ഒരു വേടനും കുടുംബവും താമസിച്ചിരുന്നു. വനത്തിൽ നിന്ന് കിട്ടുന്ന കായ്കനികളും വിറകുമൊക്കെ ശേഖരിച്ചാണ് അവർ കഴിഞ്ഞു പോന്നിരുന്നത്. ഒരിക്കൽ വേടൻ ഒരു സർപ്പത്തെ കണ്ടു. ആക്രമണ ഭയം മൂലം അതിനെ അയാൾ ആയുധം കൊണ്ട് ആഞ്ഞുവെട്ടി. മുറിവേറ്റ സർപ്പത്തിനെ വെറുതെ വിടുന്നത് അപകടം വരുത്തി വയ്ക്കുമെന്ന് കരുതി വേടൻ അതിനു പിന്നാലെ പാഞ്ഞു. ഏറെ ദൂരം ചെന്ന വേടൻ സർപ്പം ഒരു കുളത്തിന് സമീപമുള്ള പുറ്റിനു മുകളിൽ ഇരിക്കുന്നതായി കണ്ടു. കണ്ടപാടെ വേടൻ തൻ്റെ കയ്യിലിരുന്ന മഴുകൊണ്ട് സർപ്പത്തിനെ വീണ്ടും വെട്ടി. പക്ഷേ ഇത്തവണ പുറ്റുപൊട്ടി ജലപ്രവാഹമാണ് അവിടെ ഉണ്ടായത്. എന്തു ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് നിന്ന വേടൻ്റെ മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ഇതേ സമയം വേടൻ്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു. വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന സന്യാസി അവരോട് പറഞ്ഞു. പുറ്റിനകത്ത് പരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റു പൊളിച്ചു നോക്കിയാൽ ഒരു വിഗ്രഹം കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. അതിനെ വനദുർഗയെന്ന് സങ്കല്പിച്ച് ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞ പുറ്റുടച്ച സന്യാസി വിഗ്രഹം പുറത്തെടുത്തു. അതോടെ സന്യാസി അപ്രത്യക്ഷനായി. അന്നു രാത്രിയിൽ ഉറങ്ങുകയായിരുന്ന വേടന കാട്ടിൽ സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദമുനിയാണെന്നുള്ള സ്വപ്നദർശനമാണ് ഉണ്ടായത്. സന്യാസി എടുത്തു കൊടുത്ത ആ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം. ആദിപരാശക്തി കുടികൊള്ളുന്ന ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിൽ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശിക്കാം. അയിത്തം കൊടികുട്ടി വാണിരുന്ന കാലത്തും ഈ ക്ഷേത്രത്തിൽ ജാതിക്കോ മതത്തിനോ സ്ഥാനമുണ്ടായിരുന്നില്ല. ചക്കുളത്തുകാവിലെ മൂലവിഗ്രഹത്തിന് കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എല്ലാ മക്കളും അമ്മയ്ക്ക് പ്രിയപ്പെട്ടവരും തുല്യരുമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ധാരാളമായി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചു വരുന്നു. ചക്കുളത്തുകാവിൻ്റെ പണ്ടത്തെ അവസ്ഥ ഭയാനകരമാണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഘോര സർപ്പങ്ങൾ നിറഞ്ഞ വനമായിരുന്നു. വൻമരങ്ങളും വള്ളിപ്പടർപ്പുകളും തിങ്ങി നിറഞ്ഞ വനത്തിലേക്ക് സൂര്യരശ്മികൾ പോലും എത്തിനോക്കാൻ മടിച്ചു. നട്ടുച്ചയ്ക്ക് പോലും ചെകിടടിപ്പിക്കുന്ന ശബ്ദവും നരിച്ചീറിൻ്റെ ചിറകടിയുമൊക്കെ അന്തരീക്ഷത്തെ ഭയാനകരമാക്കി. അതുകൊണ്ട് തന്നെ ആരും ഇവിടേക്ക് പ്രവേശിച്ചിരുന്നില്ല. അത്ര വലിയ കാവായിരുന്നു ഇത്. ഇന്നത്തെ പട്ടമനയില്ലത്ത് കുടുംബക്കാർ കുളം നികത്തി ക്ഷേത്രം പണിതു. വർഷങ്ങൾക്ക് മുമ്പ് നാരദമുനിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗ മാതൃകയിലുള്ള വിഗ്രഹം വേദവിധി പ്രകാരം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു. പട്ടമനയില്ലത്ത് കുടുംബം ഇപ്പോഴും അമ്പലത്തിനടുത്ത് താമസിക്കുന്നുണ്ട്. ദാമോദരൻ നമ്പൂതിരിയാണ് ഇപ്പോഴത്തെ മുഖ്യ പുരോഹിതൻ. അദ്ദേഹത്തിൻ്റെ ശൈശവകാല അനുഭവം ചക്കുളത്തുകാവിലമ്മയുടെ വാത്സല്യം പ്രതിഫലിപ്പിക്കുന്നതാണ്. പൊങ്കാല, കാർത്തിക സ്തംഭം കത്തിക്കൽ, ലക്ഷദീപം, നാരീപൂജ തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾ ഒരുപക്ഷെ ഈ ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ചടങ്ങുകളാണ്. പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചക്കുളത്തുകാവിലെ പൊങ്കാല ലോക പ്രശസ്തവുമാണ്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിലാണ് ഇവിടുത്തെ പൊങ്കാല. ഭക്തർ അമ്മയ്ക്ക് പൊങ്കാലയിടുമ്പോൾ അവരിലൊരാളായി അമ്മയും പൊങ്കാലയിടുവാൻ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ജീവിത ഭദ്രതയ്ക്കും ഐശ്വര്യം, സമാധാനം, ധനാഗമനം, ഇഷ്ടകാര്യലബ്ധി എന്നിവയെ ഉദ്ദേശിച്ചുമാണ് സ്ത്രീജനങ്ങൾ പൊങ്കാലയ്ക്ക് തയ്യാറാകുന്നത്. ഓരോ വർഷം ചെല്ലുംതോറും പൊങ്കാലയിടുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പൊങ്കാലയടുപ്പുകൾ ക്ഷേത്രാതിർത്തി വിട്ട കിലോമീറ്ററുകൾ ദൂരത്തേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അധർമ്മത്തിൻ്റെ ഭൗതിക പ്രതീകമാണ് കാർത്തിക സ്തംഭം. ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന ചടങ്ങിലൂടെ തിന്മയെ അഗ്നി വിഴുങ്ങി നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നാണ് വിശ്വാസം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ഈ ചടങ്ങ് നടക്കുന്നത്.
പൊക്കമുള്ള തൂണിൽ വാഴക്കച്ചി, പഴയ ഓലകൾ, പടക്കം, ദേവിക്ക് ചാർത്തിയ ഉടയാടകൾ എന്നിവ പൊതിഞ്ഞുകെട്ടി അതിന്മേൽ നാടിൻ്റെ സർവ്വതിന്മകളെയും ആവാഹിക്കുന്നു. ദീപാരാധനയ്ക്ക് മുൻപ് ഇത് കത്തിക്കും. നാടിൻ്റെ സർവ്വപാപദോഷങ്ങളും ഇതോടെ തീരുമെന്നാണ് വിശ്വാസം. നാരീപൂജയാണ് മറ്റൊരു ചടങ്ങ്. സ്ത്രീകൾ എവിടെ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ രമിക്കുന്നുവെന്ന സങ്കല്പവും സ്ത്രീയെ ശക്തിസ്വരൂപിണിയായി ആരാധിക്കണമെന്ന താന്ത്രിക സങ്കല്പവുമാണ് ഇത്തരമൊരു പൂജയുടെ പിന്നിലുള്ളത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ സ്ത്രീ പൂജ. അന്നേ ദിവസം ഒരു പൂജിയായ സ്ത്രീയെ അതിഥിയായി ക്ഷണിച്ച അലങ്കൃത പീഠത്തിലിരുത്തി നാരീപൂജ നടത്തുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും ചക്കുളത്തമ്മയുടെ തിരുസന്നിധിയിൽ വച്ച മരുന്നുവെള്ളം സൗജന്യമായി വിതരണം ചെയ്യുന്നു. അനേകം പച്ചമരുന്നുകൾ കലർത്തി തയ്യാറാക്കി അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിച്ച ഔഷധപൂജ നടത്തിയെടുക്കുന്ന ഈ മരുന്നുവെള്ളം രക്തശുദ്ധി ഉണ്ടാക്കുന്നതിനും കൈവിഷങ്ങൾ മാറുന്നതിനും വിദ്യാവർദ്ധനവിനും ചൊറി, ചിരങ്ങ് ഇവ മാറുന്നതിനും വികൽപ്പഭ്രമങ്ങൾ, തലവേദന, മന്ദത, ഉദരരോഗങ്ങൾ തുടങ്ങിയ തീരാവ്യാധികൾ പോലും മാറുന്നതിനും ഈ മരുന്നുവെള്ളം ഉത്തമമായി കരുതുന്നു. ജാതിമതഭേദമില്ലാതെ വിദൂര ദേശങ്ങളിൽ നിന്നുപോലും അനേകം പേർ ഈ മരുന്നുവെള്ളം കുടിക്കാൻ ഇവിടെ എത്തിച്ചേരുന്നു.